ആശ്രിതർക്ക് കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായം 1 ലക്ഷം രൂപ വീതം അനുവദിച്ചു. കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഓടിയെല്ലാം നെടുമ്പാശ്ശേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മണിക്കൂറിനുള്ളിൽ ഓരോ വീടുകളിലും ആ പ്രത്യേക ആംബുലൻസിൽ ഈ ബോഡികളെല്ലാം എത്തിക്കും. തുടർന്ന് ഓരോ കുടുംബത്തിൻ്റെയും ബന്ധുക്കൾ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ശവസംസ്കാരങ്ങൾ നടക്കുക. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂട്ടുകൊടുത്തിരിക്കുക. വീടുകളിൽ എത്തിക്കുന്നതോടും വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം വരുത്തി കൊടുക്കും. ഇത്തരത്തിൽ നാടാകെ വിഷമിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ബന്ധുക്കളെയും മറ്റവരെയോട് ഇവരെയെല്ലാം നെഞ്ചോട് ചേർത്ത് ഈ വിഷയത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ വേദനാജനകമായ ഒരു അനുഭവമാണ് വീട്ടിൽ നിന്ന് നമുക്ക് ദൃശ്യമായി. വളരെ പ്രതീക്ഷയോടുകൂടി തനിക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി സ്റ്റെവിൻ മുൻകൈയെടുത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മാണ പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടമാണ് അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ വിട്ടുപിരിഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ആ വീട്ടുകാരെ പോലെ തന്നെ നമുക്കും വേദന വിഷമുണ്ട്. വലിയ പ്രതീക്ഷകളായിരുന്നു ഈ വീടിനെ സംബന്ധിച്ചോളം സ്റ്റേഷനിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജില്ലയിലെ തിത്താനത്ത് 7 ദിവസം മാത്രമായി അവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ആ ശ്രീഹരിയുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. അതുപോലെ മറ്റൊന്ന് നമ്മുടെ പായിപ്പാടുണ്ടായിട്ടുള്ള മറ്റു സംഭവം. പിന്നെ 3 മരണങ്ങളാണ് നമ്മുടെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചുള്ള ഉണ്ടായിട്ടുള്ളത്. 3 നന്നേ യൗവനങ്ങളാണ്. അവരുടെ എല്ലാം വീടിൻ്റെ അവസ്ഥയും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ വിഷമവും അതുപോലെ തന്നെ നമുക്കെല്ലാം വേദനയും ഉളവാക്കുന്നതാണ് രംഗങ്ങൾ കാണുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.